യൂട്യൂബിൽ കാന്താര തെരഞ്ഞു പോയപ്പോ കണ്ണിൽപ്പെട്ട ഒരു പടാണിത്. പേര് കാന്താരം. കാന്താരവും കാന്താരയും തമ്മിൽ ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. രണ്ടിന്റെയും കഥ നടക്കുന്നത് കാട്ടിലാണ്. അപ്പൊ കഥയിലേക്ക് വരാം. എന്ത് കഥ അല്ലേ? ഒരു ന്യൂസ് ചാനൽ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. കേരളത്തിലെ ഫോറസ്റ്റ് ഒക്കെ കാണാൻ വരുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഏതോ ഒരു ടീം വലിയ കൊള്ളയൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ന്യൂസ് വായിക്കുന്ന ഈ ചേട്ടൻ പറയുന്നത്. വനപ്രദേശം കാണാനെത്തുന്ന അന്യസംസ്ഥാനക്കാരെയും വിദേശികളെയും ഫാമിലികളെയും കേന്ദ്രീകരിച്ചാണ് ഈ വൻകൊള്ള. വണ്ടിയുടെ ടയർ പഞ്ചറാക്കിയും വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയും വണ്ടി നിർത്തിക്കുന്ന ഈ സംഘം വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടിയിട്ടോ. നമ്മുടെ കൊള്ളക്കാർക്ക് എന്തായാലും ബുദ്ധിയുണ്ട്. കാരണം വണ്ടിയുടെ മുന്നിക്കൊക്കെ എടുത്തു ചാടിയ ചാവാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ്. സൂപ്പർ ഐഡിയ. ഇതൊക്കെ കാര്യമായിട്ട് പറയാണോ അതോ എന്നെ കളിയാക്കാൻ പറയാണോ എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇതിനെതിരെ ഗവൺമെന്റ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. സ്വാഭാവികം. ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത തട്ടിപ്പുമായി അവർ വരുന്നു. അല്ല, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന വരെ കൊള്ളക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത തട്ടിപ്പുമായി അവർ വരുന്നു. പിന്നെ തന്നെ നിൽക്കല്ലോ അവിടെ. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമുണ്ട്. ഹണിമൂൺ ആഘോഷിക്കാനായി കേരളത്തിൽ വന്ന 4 ദമ്പതികളെയാണ് കാണാതായിരിക്കുന്നത്. ഇതിൽ ആരുടെയും ഒരു വിവരവുമില്ല. അത് ശരി. എന്നിട്ടാണല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഗവൺമെന്റ് ഇതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്? വെറുതെ വന്നിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കുകയാണ്. തീർച്ചയായും ഇവിടെ എന്ത് സഹായവും, യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൈൻ ബോർഡ്, 24 hours പെട്രോളിംഗ്, അങ്ങനെയെല്ലാം. ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 4 ദമ്പതികളെയാണ് കാണാതായിരിക്കുന്നത്. ഇതിൽ ആരുടെയും ഒരു വിവരവുമില്ല. ബട്ട് ഐ ആം ഷുവർ ഇവർ ആരും തന്നെ മരിച്ചിട്ടില്ല. ആരുടെയും ഒരു വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എന്താ അത്രയ്ക്ക് ഉറപ്പ്? ഇനി നിങ്ങളാണോ അവരെ തട്ടിക്കൊണ്ടു പോയത്? അയ്യോ, ഞാനല്ല. ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ. ഇതിനെതിരെ ഗവൺമെന്റ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. സാർ വിശദീകരിക്കും. ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താറായിട്ടില്ല. ഐ ആം സോറി. ഇതാണ് അവസ്ഥ. ഓക്കെ സർ, താങ്ക് യു. പേര് പോലെ തന്നെ എം ന്യൂസ് ആണിത്. എം ന്യൂസ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ചേച്ചി കാട്ടിലൂടെ അങ്ങനെ നടന്നു പോവാണ്. ഒപ്പം ഒരു ചേട്ടനുണ്ട്. ഇവര് രണ്ടുപേരും ലവേഴ്സ് ആണ്. അങ്ങനെ പോയി ഒരു പോയിന്റ് എത്തുമ്പോ ചേച്ചിക്ക് എന്തോ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആ ചേട്ടൻ അവരുടെ കണ്ണ് കെട്ടുകയാണ്. Surprise. Hey. Don't pull it. Come on. Just trust me and walk with me, okay? You will remember this in a lifetime. உனக்கு தெரியுமாடா இது ABCDடா. Come first. Going. Slowly. Don't pull it. വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഇതാണ് ചേട്ടൻ കണ്ടുവച്ച സർപ്രൈസ്. Ta-dang. How's it, baby? ഇത് സിറപ്പില്ല, വെറുപ്പ്. എന്നാലും കണ്ണു തുറന്നപ്പോ ഈ ടോപ്പ് വ്യൂ എങ്ങനെയാണ് ചേച്ചി കണ്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെന്താ, ചേട്ടൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. 1 hour later. അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. ഇതിപ്പോ കൊറേ നേരം ആയല്ലോ. ഇത് കഴിയൊന്നുമില്ലേ? അതിനൊക്കെ ഒരു സമയമെടുക്കും. അപ്പോഴാണ് അവിടേക്ക് ആ ശബ്ദം കടന്നു വരുന്നത്. ആരത്? Hey, stop. Who's there? Hey, stop there. Hey, you. എടോ, തനിക്കൊന്നും മലയാളം വരില്ലേ വായില്? Baby, you just wait here. അങ്ങനെ ആരാണ് തന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കിയതെന്ന് അന്വേഷിക്കാൻ പോയ ചേട്ടനും ചേച്ചിയും വെടികൊണ്ട് പടാവുകയാണ്. Hey, you. അവിടെ പ്രേക്ഷകർ ഞെട്ടി നിൽക്കുമ്പോ ഈ പടത്തിന്റെ പേരെഴുതി കാണിക്കും. ഏത് പ്രേക്ഷകർ ഞെട്ടി നിൽക്കണു? ഇനി അടുത്ത TV പരിപാടി കാണാ കാഴ്ചകൾ. ഇന്ത്യൻ മിലിറ്ററിയിൽ സുബൈദാർ പദവിയിൽ നിന്നും വിരമിച്ച ശ്രീ രവീന്ദ്രനാഥ് വർമ്മ അദ്ദേഹത്തിന്റെ ഇനിയുള്ള കാലം ഈ കാണുന്ന കാടിനുള്ളിലാണ്. അതെന്താ, നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടതാണോ? പിന്നെ ഈ കാട് ചെറുപ്പം മുതലേ ഈ കാടിന് എനിക്കിഷ്ടമാണ്. സാർ ഇവിടെ തനിച്ചാണോ? സഹായിയായിട്ട് ഇവനുണ്ട്. ഇതേതാ ഈ പൊന്നുമോൻ? എന്റെ പേര് ബിജു. രാത്രികാലങ്ങളിൽ എങ്ങനെയാണ് സാർ? രാത്രികാലങ്ങളിൽ ഇരുട്ടാവും. സാധാരണ അതാണ് പതിവ്. മൃഗങ്ങളുടെ മറ്റോ ഉപദ്രവം ഉണ്ടാകാറുണ്ടോ? സത്യത്തിൽ കാട് അവരുടേതല്ലേ. എന്നാ പിന്നെ എണീറ്റ് പൊക്കൂടെ? ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലിഫോൺ ഇതിന്റെ ഉപയോഗം? ടെലിഫോൺ ആളുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രിസിറ്റി ബൾബ് കത്തിക്കാനും പിന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് പാചകം ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലിഫോൺ ഇതിന്റെ ഉപയോഗം? ഇനി എന്തൊക്കെ അറിയണം? ഫാൻ, ഫ്രിഡ്ജ്, TV ഇവയുടെ ഉപയോഗം? ഇതൊക്കെ ഒരു ചോദ്യമാണോ? പ്രകൃതിയെ അറിയുക, പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക.
വളരെ നല്ല കാര്യം. അങ്ങനെ രവി സാർ ജീപ്പിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരും കഥയിലേക്ക് കടന്നു വരുന്നത്. അല്ല, ഇരുന്ന് വരുന്നത്. ഇവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവിടെന്നൊരു ഫ്ലാഷ് ബാക്ക്. ഇരിക്കടോ. എന്താ ഒന്നും പറയാനില്ലേ? എടോ എന്തേലൊന്ന് പറടോ. തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ? അതല്ല, തനിക്കിനി എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ ശേഷാണോ എന്നെ ഇഷ്ടാണോ എന്നൊക്കെ ചോദിക്കണത്? ഏതാടാ ഇവൻ? ആദ്യം പരസ്പരം അറിയണം, പിന്നെ പറ്റുമെങ്കിൽ ഒളിച്ചോടി പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷം ഒരുമിച്ച് താമസിച്ച് നമുക്കൊന്ന് വിളിച്ചോടാം. താൻ പോയി ഡ്രസ് പാക്ക് ചെയ്ത് പെട്ടെന്ന് നീ എന്തൊക്കെയായി പറയണ പന്നി? ഭാര്യയ്ക്ക് ഒളിച്ചോട്ടത്തിലാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിയ ഇവൻ കല്യാണ ദിവസം ആദ്യ രാത്രി തന്നെ ഭാര്യയെയും കൂട്ടി ആരോടും പറയാതെ ഒളിച്ചോടുകയാണ്. സീരിയസ്ലി? യെസ്. എനിക്ക് ഇതൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. സീരിയസ്ലി? യെസ്. അങ്ങനെ ഒളിച്ചോടി ഒരു കാറ് പിടിച്ച് അതിൽ കാട്ടുകൂടെ പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. ചേട്ടാ ഒന്ന് പതുക്കെ പോ ചേട്ടാ. സാറ് പേടിക്കില്ല സാറേ, ഈ വഴിയൊക്കെ ധർമ്മനെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെയാ. അങ്ങനെ കണ്ണടച്ച് പാൽ കുടിക്കുന്ന നമ്മുടെ ഡ്രൈവർ ധർമ്മന്റെ അശ്രദ്ധ മൂലം കാറ് ആരെയോ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അങ്ങനെ ആക്സിഡന്റ് ആയി തെറിച്ചുപോയ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും കാറിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങും. മനുഷ്യത്വമുള്ള നമ്മുടെ ധർമ്മനാകട്ടെ അവരെ രണ്ടുപേരെ ആ കാട്ടിലിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെടും. എവിടെങ്കിലും പോയി ചാവട്ടെ. സിദ്ധാർത്ഥ് സ്വാതി, അതാണ് രണ്ടുപേരുടെയും പേര്. ജീപ്പിൽ സിദ്ധാർത്ഥും സ്വാതിയും സുഖിച്ച് കഥയും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് റോട്ടിൽ നിന്നും ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാൾ കൂടി ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. ഈ ജീപ്പ് ശരിക്കും ഓടുന്നുണ്ടോ അതോ ബാക്കിൽ സ്ക്രീനാണോ? മനസ്സിലാക്കി കളഞ്ഞല്ല. സർ, വാട്ടർ പ്ലീസ്. എന്ത് പറ്റിയതാ? ആരോ വണ്ടി ഇടിച്ച് പോയിട്ടാങ്ക. അപ്പൊ ഇയാള് തമിഴനല്ല കേട്ടോ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഇയാള് തമിഴ് പറയണത്. വണ്ടി മുന്നോട്ട് പോകുന്തോറും തമിഴന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റം. എന്നാ വീട് വിട്ട് വന്നിട്ടില്ല? ഇല്ല, കല്യാണം പണി കണിമുണിക്ക് വന്നിട്ടില്ല. A few moments later. എന്നാ വണ്ടി സാർ, ഒരു പാട്ട് കൂടെ കിടയാതെ. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഇതേതാണ് ഒരു ഉടുമ്പായല്ലോ. എങ്ങനെ ഇതിനോട് പുറത്തു കളയും? അങ്ങനെ ഇയാളുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് ദേഷ്യം വന്ന നമ്മുടെ രവിയേട്ടൻ അയാളെ ജീപ്പിൽ നിന്നും ഇറക്കി വിടാൻ നോക്കുകയാണ്. സോറി മാഡം, സോറി സാർ, ഏൻ ടെൻഷനിൽ ഏതോ പണിട്ടെ. അപ്പിടിയാ സാരമില്ല മോനെ, ഏൻ ടെൻഷനിൽ ഏതോ പണിട്ടെ. என்ன ஒரு மாதிரி பேசுறாரு? I say you get out. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. അപ്പോഴാണ് ട്വിസ്റ്റ്. നന്നായി. A few moments later. ஏ சிக்கு வாங்க, ஒன்னும் பண்ண மாட்டேன். இந்த பொண்ணு என்கிட்ட கொடுத்துட்டு. ഒന്ന് വെറുപ്പിക്കാതെ പോടോ അഭിനയ സിംഗമേ. டேய் போடா போ. നാലമ്പലമണയാനൊരു തുണയായിടാം ഞാൻ. അങ്ങനെ വില്ലന്റെ മുന്നിൽ പതറാതെ നിന്ന സിദ്ധാർത്ഥ് തമിഴനെടുത്ത് വലിച്ചെറിഞ്ഞ് രവിയേട്ടനെയും കൂട്ടി ജീപ്പിൽ കയറി പോവാണ്. രവിയേട്ടനെ എങ്ങനെ രക്ഷിക്കാനാണ്? ഈ കാട്ടിലൊരു ഒറ്റ ആശുപത്രി പോലും ഉണ്ടാവില്ല. കാടാണ് ജീവിതം, കാടെവിടെ മക്കളെ, പരിസ്ഥിതി എവിടെ മക്കളെ എന്നൊക്കെ പറഞ്ഞ് തള്ളുമ്പോ ആലോചിക്കണായിരുന്നു. തപ്പ് പണിട്ടെ. തിരിച്ച് രവിയേട്ടന്റെ വീട്ടിലെത്തിയ സിദ്ധാർത്ഥ് അവിടെ ചുറ്റും നോക്കുമ്പോ അവിടെ ആരുമില്ല. ഖത്തം, ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ, ഗയാ. രവിയേട്ടൻ മരിച്ചുപോയ സങ്കടത്തിൽ സുഖമായി കിടന്നുറങ്ങിയ രണ്ടുപേരും കണ്ണു തുറന്നു നോക്കുമ്പോ രവിയേട്ടനെ കാണാനില്ല, ആ ജീപ്പും കാണാനില്ല. ഒരു ജീപ്പ് സ്റ്റാർട്ടായി പോയതുപോലും ഇവര് അറിഞ്ഞിട്ടില്ല അത്രേ. നന്നായിട്ടുണ്ട്. അവസാനം രവിയേട്ടന്റെ തുറന്നു കിടക്കുന്ന വീടിനുള്ളിലേക്ക് സിദ്ധാർത്ഥും ഭാര്യയും കയറി പോകും. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഒരു കാര്യം പറയാമല്ലോ, ഞാനിവിടെ കഷ്ടിച്ച ചപ്പാത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ?
ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു തരും. രവിയേട്ടൻ വെടികൊണ്ട് ചത്തു. ജീപ്പും ബോഡിയും ആരോ കൊണ്ടുപോയി. ഈ കാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊരു ഐഡിയ ഇല്ല. ഇവര് തല്ലി ഓടിച്ച് തമിഴനാണെങ്കിൽ എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാം. ഇത്രയും ടെൻഷൻ പിടിച്ച ഒരു സിറ്റുവേഷനിൽ വേറെ ഒന്നും ആലോചിക്കാതെ സിദ്ധാർത്ഥും അയാളുടെ ഭാര്യയും കൂടി രവിയേട്ടന്റെ വീട്ടിലിരിക്കുന്ന ആപ്പിള്, മുന്തിരി, ഓറഞ്ച് ജ്യൂസ് ഇതൊക്കെ തിന്ന് മുടിപ്പിക്കുകയാണ്. ചിക്കൻ ഇല്ല. ഞാൻ തോർത്തെടുത്തോട്ടെ. ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഉണ്ട്. കണ്ടീഷണർ ഇല്ല. പിന്നെ ഒരു ലവ് സോങ്, കാരണം അതിന് പറ്റിയ ഒരു സമയമാണിത്. വല്ലവന്റെ വീട്ടിലാണ് അവന്റെ ലവ് സോങ്. ഇതെന്റെ മണ്ണാണ്. അവിടെയാണ് ട്വിസ്റ്റ്. ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ബിജു ഇല്ലേ, അയാൾ വേലക്കാരനൊന്നുമല്ല, അയാൾ ഒരു ക്യാമറമാനാണ്. ഒളി ക്യാമറയിൽ PhD എടുത്ത ക്യാമറാമാൻ. അവിടെ ഈ സിനിമയുടെ ഇന്റർവെല്ല്. ഇതിന്റെ ഇടയ്ക്ക് ഇവരുടെ വീട്ടുകാർ ഇവർ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാര് കാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന കൊള്ളക്കാരുടെ സംഘത്തെ പറ്റി മനസ്സിലാക്കുന്നത്. ഏതോ മെക്കാനിക് മാർട്ടിനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ. ഇതാണ് മെക്കാനിക് മാർട്ടിൻ. നോക്കുമ്പോണ്ട് രവിയേട്ടനും ബിജുവും മറ്റേ തമിഴ് അറിയാത്ത തമിഴനും ഒക്കെ ഒരേ ടീമാണേ. നിങ്ങൾ ഞെട്ടിയോ? ഞാൻ ഞെട്ടിയില്ല. വേറൊന്നുമല്ല, 1960 ഈ ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോ ഇത് പുതുപുത്തനായിരുന്നു. അല്ല, എനിക്കൊരു സംശയം. ഇയാള് മെക്കാനിക് മാർട്ടിൻ ആണെങ്കിൽ പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഈ ചാനലുകാർ ഇയാളെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ മിലിറ്ററിയിൽ സുബൈദാർ പദവിയിൽ നിന്നും വിരമിച്ച ശ്രീ രവീന്ദ്രനാഥ് വർമ്മ. ഒരു കാര്യം പറയാതിരിക്കാനാവില്ല, ഞങ്ങളുടെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂ സാധ്യമായിരിക്കുന്നത്. ഇയാൾ ആരാന്ന് പോലും അറിയാതെയാണ് അവർ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ചാനൽ ഏതാ, മറ്റേ ആ M ന്യൂസ് ആയിരിക്കില്ലേ? എന്താ പറയാ, ഇത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഇതാ വീണ്ടും വരുന്നു അടുത്തൊരു റൊമാൻറ്റിക് സോങ്, ഒപ്പം കുറെ ഫ്ലക്സുകളും. അതും പറഞ്ഞ റേറ്റിൽ നീ ക്ലോത്തിൽ അടിച്ചു തന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. ഏയ്, ആ ലൈറ്റ് മുഖത്തേക്ക് അടിച്ചിട്ട് നായകന്റെ ഡാൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് യാതില്ല. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു പുഴയുടെ അടുത്ത് കൂടെ നടന്നു പോകുമ്പോഴാണ് യാദൃശ്ചികമായി അവൻ അത് കാണുന്നത്. ഒരു കയർ. ആ കയർ അവൻ വലിച്ചെടുത്തപ്പോ ബോണസ് ആയിട്ട് ഒരു പെട്ടി കൂടി കിട്ടി. നീ കൊറേ നേടുന്നുണ്ടല്ലോ. അത് തുറന്നു നോക്കുമ്പോണ്ടോ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. ഒന്നുമില്ല, 2 ശവങ്ങൾ. ഇവരെ കൊന്നിട്ട് പെട്ടിയിലാക്കിയിട്ട് ആ പെട്ടി മുക്കിത്താഴ്ത്തിയ പൊട്ടൻ അതിന്റെ കൂടെ ഒരു കയറും കൂടി കെട്ടിവെച്ചു. അപ്പോഴല്ലേ ഈ സിദ്ധാർത്ഥ വന്ന് വലിക്കുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ വരുള്ളൂ. വെരി ഗുഡ്. ഇത്രയും പേടിച്ചാ മതിയോ? ഇയാൾക്ക് എന്താണ് വയ്യേ? ഇനി മറ്റേ രവിയേട്ടന്റെ അല്ല, പ്ലംബറോ ഇലക്ട്രീഷ്യനോ എന്താണ്, മെക്കാനിക്. മെക്കാനിക് മാത്യൂസ്. മെക്കാനിക് ആരെങ്കിലും ആവട്ടെ, അയാളുടെ ഒരു ഐറ്റം ഡാൻസ്. ഇതാണ് മലയാളത്തിലത്തെ ഡണ്ടനക്ക. I never use this Dandanaka. Anna, you are putting a brand for me, Dandanaka. Hey, Dandanaka. വേൽ 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 മുരുക. ഈ ഡണ്ടനക്ക പാട്ട് കഴിയുമ്പോഴേക്കും സിദ്ധാർത്ഥിനെല്ലാം മനസ്സിലാകും. എങ്ങനെ 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 രവിയേട്ടനും ടീമും കൂടി സിദ്ധാർത്ഥിനെ പിടിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോകും. പിന്നെ സിദ്ധാർത്ഥും രവിയേട്ടനുമായി ഒരു ഫൈറ്റ്. അവിടെ ഒരു ട്വിസ്റ്റ്. നമ്മുടെ സിദ്ധാർത്ഥ് ഒരു പോലീസുകാരനാണ്. അരെ വാ, ഫ്രഷ് സാധനം. ഞെട്ടി തെറിച്ചിട്ടേ എന്റെ മണ്ട പോയിട്ട് ആ ചുമരിലടിച്ചു. ഒന്ന് പോടോ. അവസാനം പോലീസ് വന്ന് രവിയേട്ടനെ പിടിച്ചോണ്ട് പോവാണ്. പോവല്ലെന്നാ. സിദ്ധുവിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണോ എന്നെ കല്യാണം കഴിച്ചത്? സിദ്ധു, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇയാളുടെ ഒടുക്കത്തെ പ്ലാൻ കാരണം വില്ലന്മാര് ഹിഡൻ ക്യാമറ വെച്ച് എല്ലാം വളരെ ഭംഗിയായിട്ട് ഒപ്പിയെടുത്ത് നെറ്റിലോട്ട് അത് വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഓഫീസർ നമ്മൾ രക്ഷിച്ചത് ഈ ചതിക്കുഴി വീഴാൻ പോയ ഒരുപാട് പേരെയാണ്.
സൊസൈറ്റിയിൽ ജീവിക്കേണ്ടതാണ്. നോ, നീ ജീവിക്കേണ്ടത് എന്റെ കൂടെയാണ്. നീ ജീവിക്കേണ്ടത് എന്റെ കൂടെയാണ്. എടോ, നിങ്ങൾ രണ്ടുപേരും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്. അത്രേ ഉള്ളൂ. ഈ പടം കഴിഞ്ഞു. ഇങ്ങനത്തെ പടങ്ങൾ കൊണ്ട് എന്താണ് ഒരു നേട്ടം? ഇതിന്റെ കമന്റ് ബോക്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തെറിവിളിയാണ്. തെറിവിളി കേൾക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാം? ഇത്രയും കാശ് മുടക്കിയിട്ട് സിനിമ എടുക്കണം. എന്ത് തേങ്ങെങ്കിലും ആവട്ടെ. ഇനിയിപ്പോ ഇതിന് രണ്ടാം ഭാഗം ഉണ്ടോന്നാവോ? മറ്റേ മെക്കാനിക് മാർട്ടിൻ ജയിലിൽ ചാടി വന്നിട്ട് വേറെ ഏതെങ്കിലും കാട്ടി പോണതും. ഇത് உங்களுக்கு ஒரு சின்ன வார்னிங் தான்.